നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മൊബൈൽ സേഫ്റ്റി ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കൂടുതലും ഈ ഇൻ്റർനെറ്റൊക്കെ ബ്രൗസ് ചെയ്യുന്നത് ഗൂഗിൾ ക്രോം ഉപയോഗിച്ചിട്ടാണല്ലോ. അപ്പോൾ അത് സേഫ്റ്റി ആണോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഗൂഗിൾ ക്രോമിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഒരു 3 ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ സെറ്റിങ്ങിലേക്ക് പോവുക. സെറ്റിംഗ് ഓപ്ഷൻ എടുക്കുമ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാം. അതിൽ സേഫ്റ്റി ചെക്ക് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. സേഫ്റ്റി ചെക്കിൽ ഈ 4 ഗ്രീൻ മാർക്കാണോ എന്ന് ശ്രദ്ധിക്കുക. ഗ്രീൻ മാർക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ സേഫ്റ്റി ആയിട്ടാണ് ഇരിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ അത് റെഡ് മാർക്ക് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അതിൻ്റെ ഓപ്ഷൻസൊക്കെ എഡിറ്റ് ചെയ്ത് മാറ്റി കൊടുക്കണം. ആദ്യം ക്രോം ഈസ് അപ് ടു ഡേറ്റ് എന്നാണ്. അപ്പം അഥവാ അവിടെ റെഡ് മാർക്കാണ് കാണിക്കുന്നതെങ്കിൽ ഗൂഗിൾ ക്രോമിൽ പോയി അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം രണ്ടാമത്തെ ഓപ്ഷൻ ശ്രദ്ധിക്കുക, എൻഹാൻസ്ഡ് സേഫ് ബ്രൗസിങ് ഈസ് ഓൺ. അതിൽ റെഡ് മാർക്കാണെങ്കിൽ സെറ്റിങ്സിൽ പോകുക. സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷനാണ് കിടക്കുന്നതെങ്കിൽ നേരെ എൻഹാൻസിലേക്ക് മാറ്റുക. അടുത്തത് മൂന്നാമത്തെ ഓപ്ഷൻ പെർമിഷൻ ലുക്ക് ഗുഡ്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിൻ്റെ സെറ്റിങ്സ് എടുത്തിട്ട് റെഡ് മാർക്കാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ക്യാമറ ബ്ലോക്ക്ഡ് ആണോ എന്ന് ശ്രദ്ധിക്കുക. ബ്ലോക്ക്ഡ് ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഓപ്ഷൻസ് എടുത്ത് ചേഞ്ച് ചെയ്യേണ്ടതാണ്. അടുത്ത 4ാമത്തെ ഓപ്ഷൻ കിടക്കുന്നത് നോട്ടിഫിക്കേഷൻ ലുക്ക് ഗുഡ് എന്നാണ്. അപ്പം അതിൽ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അനാവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് 4മാണ് മെയിനായിട്ട് സേഫ്റ്റി ചെക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ഓപ്ഷൻസ്. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ മൊബൈൽ സേഫാണോ ഇല്ലയോ എന്നുള്ളത് ഈ ഒരു ഓപ്ഷൻസ് വഴിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഓക്കെ, വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.